Start. Okay guys, welcome to the vlogs of Vaishnavi. Now she is going to unpack the things which was bought by Berlin sister. So ma'am, you can do. Okay, നമ്മൾ ഇന്നലെ ഡിമാർട്ടിൽ പോയതുപോലെ ഇന്ന് പോയിരിക്കുകയാണ്. ഇന്നും വീണ്ടും സിസ്റ്റർ എന്തൊക്കെയോ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് സിസ്റ്റർ മാത്രമല്ല എല്ലാരും നല്ല രീതിക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. കുർക്കുറെ, നോട്ട് ഹെൽത്തി ഫുഡ്. Yes. ആരും ഇത് മേടിച്ച് Whichever is unhealthy, sister likes that only. ആരും ഇത് മേടിച്ച് കഴിക്കരുത്. ഞാൻ ആദ്യം കണ്ടതുകൊണ്ട് മാത്രം എടുക്കുകയാണ്. ഇത് നമ്മൾ കഴിക്കാൻ. Okay. അതിനുശേഷം ജസ്റ്റ് ഗേൾ ടീസ് ഞങ്ങൾ എല്ലാരും ഈ പൗച്ച് മേടിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതെന്താണ്? ഇതെന്താണ്? Face. Sorry guys, the bag was. ഞാൻ ഇതുപോലത്തെ ഐറ്റംസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇത് വന്നിട്ട് ഫേസ് പാക്ക് ആണ്. Face mask. സോറി, ഫേസ് മാസ്ക് ആണ്. എഗെയിൻ ഇത് വന്നിട്ട് ഫേസ് മാസ്ക് ആണ്. She wants to try different varieties. ഇത് നോക്കിക്കേ, ബഡ്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് വന്നിട്ട് പോപ്കോൺ ആണ്. സിസ്റ്ററും സോണിയ ദീദിയും കൂടെ ലാസ്റ്റ് പോയി മേടിച്ചതാണ് ഗൈസ്. നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഇവിടെ താമസം ആരംഭിച്ചതാണ്. പക്ഷെ ശരിക്കും ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് 10 ദിവസത്തെ RMCയുടെ കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എല്ലാവരും പല പല യൂണിവേഴ്സിറ്റിയിൽ വന്നതാണ്. ശരിക്കും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര ഹാപ്പിയാണ്. എനിക്കിവിടെ കുറെ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ബാക്കി എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് Towel. She's going to gift this for somebody. ഓക്കെ, ഇത് That's why she brought. ആർക്കൊക്കെയോ വേണ്ടിട്ട് മേടിച്ച ഒരു ടവലാണ്. She brought 2, I think. ഇതും ഒരു ടവലാണ് ഗൈസ്. Uh, നോക്കിക്കേ, സിസ്റ്റർ ഒരു this is for her traveling purpose. ഓക്കെ, ട്രാവൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് സിസ്റ്റർ ഒരു പില്ലോ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ആ പില്ലോ ഇടാനൊരു കവർ മേടിച്ചിട്ടുണ്ട്. That cover is very soft. പിന്നാണെങ്കിൽ തൂവാലയാണ് ഗൈസ്, തൂവാല. ഇത് നമ്മുടെ സോണിയ ദീദി ഭയങ്കര ചോക്ലേറ്റ് അഡിക്റ്റ് ആണ്. സോണിയ ദീദി മേടിച്ച ടിക്കാറ്റ് ആണ് കേട്ടോ. Clip. To hang her saree. She brought clip. തുണിയൊക്കെ ഉണക്കാൻ ഇടുമ്പോ യൂസ് ചെയ്യുന്ന ക്ലിപ്പാണ് ഗൈസ്. ഇതൊക്കെ എന്തിനാണ് ഇവിടുന്ന് മേടിച്ചോണ്ട് വന്നതെന്ന് എനിക്ക് അറിയത്തില്ല. പോരാത്തതിന് Soap ഡബ്ബ. Soap case. സോപ്പ് കേസ് ഒക്കെ ഉണ്ട്. ഇത് നോക്കിക്കേ ഗൈസ്, ഇത് എന്തെല്ലാം തരത്തിലുള്ള ചീപ്പാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. For wearing this bun, she brought this much comb. അതെ അതെ, ഈ ബണ്ണിടാൻ വേണ്ടിട്ടാണ് ഇത്രയും ചീപ്പ് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് ആർക്കോ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ട് വാങ്ങിച്ചിട്ടുള്ള കപ്പാണ്. No, that is for herself, I think. ഓക്കെ, സോറി ഗൈസ്, ഇത് സിസ്റ്റർക്ക് വേണ്ടിട്ട് തന്നെ മേടിച്ചതാണ്. അപ്പൊ ഇത്രേ ഉള്ളൂ ഈ ഒരു ബാഗിനകത്ത്. നമ്മുടെ ഒരു ബാഗ് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ബാഗിലേക്ക് കിടക്കാം. ഇത് നമ്മുടെ ശ്വേതയുടെ ബാഗാണ്. That is me, guys, who is giving voiceover. ഞാൻ ഒന്നും കൂടെ പറയുവാണ്, നമ്മളിവിടെ വന്നിട്ടുള്ളത് ട്രെയിനിങ് പരിപാടിക്കാണ്. എന്താണ് ഈ കുട്ടി മേടിച്ചിരിക്കുന്നത്? നോർമായിട്ടൊക്കെ മേടിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത്. ഒരെണ്ണമല്ല ഗൈസ്, 2, 3 മേടിച്ചിരിക്കുന്നത്. പൂരാത്തേന് നോക്കിക്കേ, കട്ടനൊക്കെ ഉണ്ട്. You have to fold it properly, otherwise I will kill you. അതിനുശേഷത്തെ നോക്കിക്കേ, ഒരു പൗച്ച് ഒക്കെ മേടിച്ചിട്ടുണ്ട്. Inside that there was one belt. Show the audience also. ഓക്കെ ഓക്കെ, That is only 49 rupees. ഈ ബെൽറ്റ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നലെ പോയിട്ട് വീണ്ടും ഇന്ന് പോകേണ്ടി വന്നത്. ശ്വേതയും സോപ്പ് വെക്കാൻ വേണ്ടിട്ട് ഒരു സോപ്പ് ഡിഷ് മേടിച്ചിട്ടുണ്ട്. ഈ പേഴ്സിന് ഒരു പ്രത്യേകതയുണ്ട് ഗൈസ്, ഇത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മേടിക്കാൻ. ഇത് 99 രൂപയാണ് വരുന്നത്. ഇത്രയാണ് ഗൈസ് ശ്വേത മേടിച്ചിട്ടുള്ളത്. അപ്പൊ ഇനിയും ഡിമാർട്ടിലെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിട്ട് നമ്മൾ ഇനി ഇതേപോലത്തെ You can show your bag to the audience. ഓക്കെ ഓക്കെ. She also brought some things. ഇത് ഞാൻ മേടിച്ചിട്ടുള്ളതാണ്. ഇത് ഇവിടുന്ന് മേടിച്ച ബാഗാണ് ഗൈസ്. ഇതിനകത്ത് ഞങ്ങൾ എല്ലാരും മേടിച്ച സെയിം ആയിട്ടുള്ള ജ്വല്ലറി പൗച്ചും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ വേറെ Who is Saloni PhD? She is calling. Oh, it's your phone. ഞാൻ ഒരു മോയ്സ്ചറൈസർ മേടിച്ചിട്ടുണ്ട്. ഇത് വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് വന്നിട്ട് ബേബി ലോഷൻ ആണ്. ഇത് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് പറയാം.
വീണ്ടും അതിന്റെ കൂടെ ബൈ വൺ ഗെറ്റ് വൺ ആയിരുന്നു ഗൈസ്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഡിമാർട്ടിലെ വിശേഷം. വീണ്ടും കാണുമ്പോഴേക്കും വണക്കം. Okay, bye. Bye, guys.